സീസൺ 6-ൽ ഹൗസിനുള്ളിൽ നടക്കുന്ന മുഴുവൻ കണ്ടന്റുകളും ഈ ഒരു വ്യക്തിയിലൂടെയാണ് കടന്നു പോകുന്നത്. അത് മറ്റാരുമല്ല, അസി റോക്കിയാണെന്നാണ് ഒരു അഭിപ്രായം. കാരണം റോക്കി ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്നു, അതിൽ പിടിച്ചു തൂങ്ങി ബാക്കി 17 പേരും നടക്കുന്നു. റോക്കി ഒരു ചെറിയ പുലിയൊന്നുമല്ല, ഒരു പുലിയാണ്. ദേഷ്യവും സംഭാഷണ രീതിയും ഒന്ന് ശരിയാക്കിയാൽ ഉറപ്പായും ടോപ്പ് 5-ൽ കാണേണ്ട മത്സരാർത്ഥി എന്ന് തന്നെ പറയാം. നിരവധി താക്കീതുകൾ റോക്കിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെയുള്ള നിലപാടിലാണ് റോക്കി. കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൻ്റെ സെറ്റ് പ്രോപ്പർട്ടിയിൽ കൈകൊണ്ടിടിച്ചതാണ് വലിയൊരു സംഭവമായത്. ഈ ഒരു വിഷയത്തിൽ റോക്കിക്കെതിരെ എന്ത് നടപടിയാണ് പവർ ഹൗസ് ടീം എടുക്കുന്നതെന്ന് ബിഗ് ബോസ് ചോദിക്കുന്നുമുണ്ട്. പക്ഷേ റോക്കിയെ പുറത്താക്കണമെന്നായിരുന്നു എല്ലാവരും ഒരുപോലെ പറഞ്ഞത്. ഒരിക്കലും പവർ റൂം മെമ്പേഴ്സിന് ഒരാളെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കാനുള്ള അധികാരം ഒന്നും ഇല്ലയെന്ന് നമുക്കറിയാം. അത് ചെയ്യേണ്ടത് പ്രേക്ഷകരായ നമ്മളാണെന്ന് തന്നെ ബിഗ് ബോസും പറയും. റോക്കി തുടർന്നും ബിഗ് ബോസ് ഹൗസിൽ മത്സരിക്കേണ്ടത് പ്രേക്ഷകരുടെയും ആവശ്യമാണ്. നിലവിലെ എല്ലാ കണ്ടന്റുകളും റോക്കി വഴിയാണ് വരുന്നത്. വീണ്ടും റോക്കിക്കൊരു അവസാന താക്കീത് കൊടുക്കാൻ ഈ ഒരു വിഷയത്തിൽ സാധ്യതയുണ്ടെന്നും ലാലേട്ടൻ വരുമ്പോൾ അങ്ങനെ ഒരു സംഭവം സംസാരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇനി റോക്കി എന്ത് ചെയ്താലും റോക്കിക്ക് പുറത്തേക്ക് പോകേണ്ട അവസ്ഥയാകും. എന്തായാലും പ്രോപ്പർട്ടി എന്നൊരു സാധനം തകർത്തതിനും മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ മുഖത്ത് നോക്കി മോശപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിനുമൊക്കെ ലാലേട്ടൻ എന്തായാലും വന്ന് റോക്കിക്കെതിരെ നല്ല താക്കീത് കൊടുക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. കൂടാതെ ദേഷ്യവും സംഭാഷണ രീതിയും പ്രൊവക്കേഷനിൽ ചെന്ന് വീണ് കൊടുക്കുന്നതും റോക്കിയുടെ ഒരു ദൗർബല്യമാണെന്നും തോന്നുന്നുണ്ട്. ഒരിക്കലും ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് കൊണ്ടു നടക്കാൻ പാടില്ലാത്ത ശീലങ്ങളാണ് ഇതൊക്കെ. ഈ ശീലങ്ങളൊക്കെ തരണം ചെയ്യാൻ റോക്കിക്ക് സാധിച്ചാൽ ജനപിന്തുണ കൂടുകയും സീസൺ 6-ലെ ഫൈനൽ 5-ൽ എത്താനുള്ള കഴിവുമുള്ള മത്സരാർത്ഥിയാണ് റോക്കി എന്നതിൽ ഒരു സംശയവുമില്ല. എന്തായാലും ലാലേട്ടൻ ഒരു താക്കീത് ഉറപ്പായും നൽകണമെന്ന് തന്നെയാണ് പ്രേക്ഷകർക്കും പറയാനുള്ളത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക്, ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ലേ ഫ്രണ്ട്സ്.